ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്നറിയാം, ഒരുപാട് പേരായി ഡൗട്ട് ചോദിക്കണ്. നമ്മൾ സോപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ചണ്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ മുകളിൽ ഇങ്ങനെ മഴത്തുള്ളി പോലെ ഇങ്ങനെ ആവുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഒരു സോപ്പ് ആയതാണ് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. കണ്ട, ഞാൻ ഉണ്ടാക്കി വെച്ച സോപ്പ് കണ്ട, ഈ മഴത്തുള്ളി പോലെ ആകെ വെള്ളം പോലെ കണ്ട. ഇപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് നമ്മുടെ സോപ്പ് ഇങ്ങനെ ആവുന്നത്. ആകെ വെഴുവെഴുപ്പ്. ഞാൻ ഡബിൾ കളറിൽ ആക്കി വെച്ചതായിരുന്നു ഈ സോപ്പ്. പക്ഷെ എനിക്കിത് ഒന്നിനും പറ്റിയില്ല. അങ്ങനെ എൻ്റെ 100-100ഓളം സോപ്പാണ് നാശമായത്. എനിക്കറിയുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം മഴക്കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ അനുസരിച്ചിട്ട് ഉണ്ടാക്കുക. കൂടുതൽ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ നല്ലതിൽ പാക്ക് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ച് പിന്നെ 1-2 പേര് എന്നോട് ഡൗട്ട് ചോദിച്ച്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് കാണിച്ചു തന്നത്. ഇത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കൊടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സോപ്പ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഉണ്ടാക്കി ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നമ്മളത് പാക്ക് ചെയ്ത് വെക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് സംഭവിക്കുക. അപ്പം അത് എനിക്ക് ഇങ്ങനെ വന്നു. അതുപോലെ തന്നെ ഒരുപാട് പേരിനോട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ച്. അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. കണ്ട, ശരിക്കൊരു മഴത്തുള്ളി പോലെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നമുക്കത് പിടിക്കുമ്പോൾ ഒരു വെഴുവെഴുപ്പ് പോലെ. സാധാ സോപ്പും ഈ സോപ്പും കണ്ട, സാധാ സോപ്പ് കണ്ടില്ലേ, ഈ ഒരു ഇതിനും ഈ ഒരു സോപ്പ് നോക്ക്. അപ്പോൾ മഴക്കാലത്ത് ഈർപ്പം തട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി ഉടനെ തന്നെ വേഗം പാക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയാവും സംഭവിക്കുക.